പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, ഹോപ്സ് PSCയുടെ പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷമീറാണ്. 2024 PSC മത്സര പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലമാണ്. കൂടുതൽ നിയമന ശുപാർശ നൽകുന്ന PSC പരീക്ഷകളായ LDC, LGS, LPUP, പഞ്ചായത്ത് സെക്രട്ടറി, സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയവയുടെ പരീക്ഷകൾ 2024 പകുതിയോടുകൂടി നടക്കുകയാണ്. ഹോപ്സ് PSC ഒരു മഹാവിജയത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ്. 2022-23 കാലഘട്ടങ്ങളിൽ ആദ്യ 100 റാങ്കുകളിൽ ഇടം പിടിച്ച 64 ഉദ്യോഗാർത്ഥികൾക്കാണ് സർക്കാർ ജോലി ലഭിച്ചിട്ടുള്ളത്. ആ ഒരു മഹാവിജയത്തിലേക്ക് ഹോപ്സ് PSC കുതിക്കുകയാണ്. ആ മഹാവിജയത്തിൽ പങ്കാളികളാകുന്നതിനു വേണ്ടി യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ഞങ്ങൾ ലഭ്യമാക്കുകയാണ്. ഈ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസിനായി ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ്റെ അനുബന്ധ വസ്തുതയായി വരുന്ന ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലെ ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ചാണ്. എപ്പോഴും PSC കൃത്യമായിട്ട് ചോദിക്കുന്ന വസ്തുതകളാണ്. അപ്പോൾ അത് സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ, മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ, പ്രസ്താവന രീതിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ചോദ്യം ഇതാണ്. അതായത് നിങ്ങൾക്ക് ഈ ചോദ്യം അറിയാമെങ്കിൽ നിങ്ങളത് കേട്ട് കൃത്യമായിട്ട് പഠിക്കുക. അറിയില്ല എങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ബുക്കിലേക്കോ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്കോ രേഖപ്പെടുത്തുക. ചോദ്യം ഇതാണ്. അതായത് മുനിസിപ്പാലിറ്റി എന്ന പദം ആഗോളതലത്തിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? മുനിസിപ്പാലിറ്റി എന്ന പദം ആദ്യമായി, അതായത് ആഗോളതലത്തിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. അതായത് PSC ചോദിച്ച ഒരു ചോദ്യമാണിത്. അതായത് ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷകൾ ചോദിച്ച പല ചോദ്യങ്ങളും നമ്മുടെ ജനറൽ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒന്നാമത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ, ഓപ്ഷൻ എ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. രണ്ടാമത്തെ ഓപ്ഷൻ ജെയിംസ് ഡയർ, ഓപ്ഷൻ ബി ജെയിംസ് ഡയർ. മൂന്നാമത്തെ ഓപ്ഷൻ ഐവർ ജെന്നിങ്സ്. നാലാമത്തെ ഓപ്ഷൻ ആയിരുന്നത് എഡ്മണ്ട് ബർക്ക് എന്നാണ്, എഡ്മണ്ട് ബർക്ക്. അപ്പോൾ ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എഡ്മണ്ട് ബുർക്കാണ്. അതായത് മുനിസിപ്പാലിറ്റി എന്ന പദം ഭരണഘടനയിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എഡ്മണ്ട് ബുർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് ഈ എഡ്മണ്ട് ബുർക്കിനെ സംബന്ധിച്ച് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ജനറൽ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് എസ്റ്റേറ്റ് എന്ന പദം സ്കൂൾ പാഠപുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. എസ്റ്റേറ്റ് എന്ന പദം ആഗോളതലത്തിൽ ഭരണഘടനയിൽ ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാലും ഈ എഡ്മണ്ട് ബുർക്കാണ്. അപ്പോൾ എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാലും എഡ്മണ്ട് ബുർക്കാണ്. നമുക്കറിയാം, വിവിധ തരം എസ്റ്റേറ്റുകളെ സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം നിയമ നിർമ്മാണ വിഭാഗമാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്. നാലാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രങ്ങളാണ്, മീഡിയാസാണ്. അഞ്ചാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനാണ്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള എസ്റ്റേറ്റുകളെ സംബന്ധിച്ച് അത്തരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നിയമനിർമ്മാണ വിഭാഗം. രണ്ടാമത്തെ എസ്റ്റേറ്റാണ് കാര്യനിർവഹണ വിഭാഗം. മൂന്നാമത്തെ എസ്റ്റേറ്റാണ് നീതിന്യായ വ്യവസ്ഥ. നാലാമത്തെ എസ്റ്റേറ്റാണ് മീഡിയാസ് അല്ലെങ്കിൽ പത്രങ്ങൾ. അഞ്ചാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായമാണ്. വീണ്ടും ഈ എഡ്മണ്ട് ബുർക്കുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗോള തലത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും എഡ്മണ്ട് ബുർക്കാണ്. അതായത് പ്രധാനമായിട്ടും അത്തരത്തിൽ ആഗോളതലത്തിൽ നമുക്കറിയാം
ഓരോ രാജ്യത്തിൻ്റെ ഭരണഘടനകളിലും അതുമായി ബന്ധപ്പെട്ട് ഓരോ ആ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഈ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാലും എഡ്മണ്ട് ബുർക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നമുക്കറിയാം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് എന്ന് PSC എപ്പോഴും കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ മനസ്സിലെല്ലാം തെളിഞ്ഞു വരുന്ന ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് മൗലികാവകാശങ്ങളുടെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാനം എന്നാണ് ഈ ആർട്ടിക്കിളിനെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്നുള്ളത്. ഈ ആർട്ടിക്കിൾ 21മായി ബന്ധപ്പെട്ടുള്ള വിവിധ തലങ്ങളിലുള്ള ചോദ്യങ്ങൾ അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ബേസ് ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 21 സംബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് എന്നുള്ളതാണ്. അതായത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നീട് പ്രധാനമായിട്ടും 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ അവകാശം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദവും ആർട്ടിക്കിൾ 21. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ അവകാശം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 21. പിന്നീട് ആർട്ടിക്കിൾ 21 വീണ്ടും മുൻവർഷ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് സ്വകാര്യതയെ മൗലിക അവകാശമാക്കി പ്രഖ്യാപിച്ചത് പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 21 അടിസ്ഥാനപ്പെടുത്തി. അതായത് സ്വകാര്യത മൗലിക അവകാശമാണ് നിലവിൽ. അതായത് 2017 KS പുട്ടസ്വാമി കേസിലാണ് സ്വകാര്യതയെ മൗലിക അവകാശമാക്കി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്വകാര്യതയെ മൗലിക അവകാശമാക്കി പ്രഖ്യാപിച്ചത് 2017 KS പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അത് മൗലിക അവകാശമാണ്. അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. ഇനി ആർട്ടിക്കിൾ 21 തന്നെ വിവിധങ്ങളായിട്ടുള്ള അവകാശങ്ങൾ ആധികാരികമായിട്ട് അവിടെ നിന്ന് ചോദിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ സംബന്ധിച്ച് അതൊക്കെ എപ്പോഴും നിരന്തരമായിട്ട് ചോദിക്കും. ഇപ്പോൾ ആധികാരികമായിട്ടും പ്രസ്താവനാ രീതിയിലും ആ ആർട്ടിക്കിളിനെ സംബന്ധിച്ച് വിവിധ രൂപത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 പ്രതിപാദിച്ചിട്ടുള്ള മറ്റ് അവകാശങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പ്രധാനമായിട്ടും അതിജീവനത്തിനുള്ള അവകാശം. അതിജീവനത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 2, സുരക്ഷിതമായിട്ടുള്ള അഭയസ്ഥാനത്തിനുള്ള അവകാശം. സുരക്ഷിതമായിട്ടുള്ള അഭയസ്ഥാനത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 3, പ്രധാനമായിട്ടും മെച്ചപ്പെട്ട ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള അവകാശം. മെച്ചപ്പെട്ട ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള അവകാശത്തെ സംബന്ധിച്ചും ആർട്ടിക്കിൾ 21 പ്രതിപാദിച്ചിരിക്കുന്നു. പിന്നീട് യഥാസമയം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതായത് യഥാസമയം സർക്കാർ ആശുപത്രികളിൽ, അത് ചോദിച്ചിട്ടുള്ളതാണ്, സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നതിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. പിന്നീട് പ്രധാനമായിട്ടും വിദേശ സഞ്ചാരത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 21. അതും മുൻവർഷ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. വിദേശ സഞ്ചാരത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 21. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ആഭ്യന്തര സഞ്ചാരത്തിനെ കുറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആഭ്യന്തര സഞ്ചാരത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 19 ക്ലോസ് 1D എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. നമുക്കറിയാം 19 ക്ലോസ് 1Dയിൽ എന്തിനെ സംബന്ധിച്ചാണ്? രാജ്യത്തെ പൗരന്മാർക്ക് രാജ്യത്തെവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആഭ്യന്തര സഞ്ചാരത്തിലാണ് ഉൾപ്പെടുന്നത്. അതും PSC കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് 19 ക്ലോസ് 1D ആണ്. ആഭ്യന്തര സഞ്ചാരമാണത്. ഇത് വിദേശ സഞ്ചാരം
വിദേശ സഞ്ചാരത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്തെ പൗരന്മാർ തൊഴിലുമായി ബന്ധപ്പെട്ട്, ടൂറിസവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമായിട്ടും മറ്റു തരത്തിലൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. ആ വിദേശ സഞ്ചാരത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്നുള്ളത്. പിന്നീട് ഈ ആർട്ടിക്കിൾ 21 തന്നെ പ്രതിപാദിച്ചിട്ടുള്ള അവകാശമാണ്, അതായത് ഏകാന്ത തടവ് നിഷേധിക്കുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഏകാന്ത തടവ് നിഷേധിക്കുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അന്യായമായി കസ്റ്റഡിയിൽ പീഡിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതായത് അന്യായമായി ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ പ്രധാനമായിട്ടും പീഡിപ്പിക്കുവാൻ പാടില്ല. അത്തരത്തിൽ പീഡിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശത്തെ സംബന്ധിച്ചും ആർട്ടിക്കിൾ 21 കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നീട് അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതും ആർട്ടിക്കിൾ 21 ഉറങ്ങുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. അതായത് ഉറങ്ങുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. വിവരങ്ങളും വാർത്തകളും അറിയുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. അതായത് വിവരങ്ങളും വാർത്തകളും അറിയുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അത്തരത്തിൽ ഉറങ്ങുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച്, വിവരങ്ങളും വാർത്തകളും അറിയുവാനുള്ള അവകാശത്തെ സംബന്ധിച്ചൊക്കെ ആർട്ടിക്കിൾ 21 പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആർട്ടിക്കിൾ 21 പ്രതിപാദിച്ചിട്ടുള്ള മറ്റൊരു ആശയമാണ്, അതായത് മലയോര പ്രദേശങ്ങളിൽ റോഡിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 21. അതായത് മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന അവിടുത്തെ പൗരന്മാർക്ക് റോഡിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21 എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള വസ്തുതകളാണ് എന്നുള്ളതാണ്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ കുടുംബ പെൻഷനുകൾക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. കുടുംബ പെൻഷനുകൾക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് അതും ചോദിച്ചിട്ടുള്ളതാണ്. കുടുംബ പെൻഷനുകൾക്കുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 21. അപ്പോൾ ആർട്ടിക്കിൾ 21 വിവിധങ്ങളായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച്, സ്വാതന്ത്ര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വസ്തുതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിവിധങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതുമാണ്. ഇനി നമുക്കറിയാം, ഈ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 21 കൂട്ടിച്ചേർക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 21A ആണ്. അതായത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്നുള്ളത്. 21A എന്തിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ അവകാശം എന്താണ്? വിദ്യാഭ്യാസ അവകാശം എന്ന ആർട്ടിക്കിൾ 21A പറയുന്നു. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രധാനമായിട്ടും ഭരണഘടന ഉറപ്പു നൽകുന്നു. അത് അവരുടെ അവകാശമാണ്, മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A ആണ്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്നു. അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 21. ഈ 86 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന സമയത്ത് രാജ്യത്തിന്റെ രാഷ്ട്രപതി ചോദിച്ചിട്ടുണ്ട് ആരാണ് എന്ന്. APJ അബ്ദുൽ കലാമാണ് ചോദിച്ചിട്ടുണ്ട്. 86 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന സമയത്ത് 2002 86 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ആ സമയത്ത് രാജ്യത്തിന്റെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. 86 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ചോദിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി ആണ്. അതായത് അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാണ്? APJ അബ്ദുൽ കലാമാണ്. മിസൈൽ വുമൺ ആരാണ്? ടെസ്സി തോമസ് ആണ്. ബേസ് ലെവൽ ചോദിച്ചിട്ടുള്ളതാണ്. റോക്കറ്റ് മാൻ ആരാണ്? ഡോക്ടർ കെ ശിവൻ, മുൻ ISROയുടെ ചെയർമാനാണ് അദ്ദേഹം. റോക്കറ്റ് വുമൺ ആരാണ്? ഋതു കരിതാളാണ്. അതുപോലെ തന്നെ നിലവിലെ ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷകൾക്ക് ISROയുടെ 10ാമത്തെ ചെയർമാനാണ്. 5ാമത്തെ മലയാളിയായിട്ടുള്ള ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ് അത്തരത്തിൽ S സോമനാഥ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് ഈ ആർട്ടിക്കിൾ
21A ചുവട് പിടിച്ച് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നിയമം പ്രധാനമായിട്ടും ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമമാണ് ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ച് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള നിയമം. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നമുക്കറിയാം, രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കപ്പെടണമെങ്കിൽ, ആ നിയമം രാജ്യത്ത് പാസ്സാക്കപ്പെടണമെങ്കിൽ രാജ്യത്തെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളായിട്ടുള്ള രാജ്യസഭ, ലോക്സഭ അത് പാസ്സാക്കപ്പെടണം. അതിനുശേഷം പ്രധാനമായിട്ടും രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകണം. അത്തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമാണ് പുതിയൊരു നിയമത്തെ രാജ്യത്ത് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് നിലവിൽ വന്നു. ആ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ അവകാശ ബില്ലിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2009 ജൂലൈ 2. ഓർത്തിരിക്കുക, 2009 ജൂലൈ 2 കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പ്രധാനമായിട്ടും ആദ്യമായിട്ട് പാസ്സാക്കിയത് രാജ്യസഭയാണ്. രാജ്യസഭ പാസ്സാക്കിയത് 2009 ജൂലൈ 20. 2009 ജൂലൈ 20. അതായത് നമുക്കറിയാം, പ്രധാനമായിട്ടും ആദ്യമായിട്ട് പാസ്സാക്കിയത് ഇവിടെ ഈ ബില്ല് രാജ്യസഭയാണ് എന്ന് പറഞ്ഞു. അതായത് വിവിധങ്ങളായിട്ടുള്ള ബില്ലുകൾ സാധാരണ നിലയിൽ ഇന്ത്യയിൽ പാസ്സാക്കപ്പെടാറുള്ളത് ലോക്സഭയിലാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാജ്യസഭ പാസ്സാക്കപ്പെടാറുണ്ട്. ഇന്ത്യയിൽ ഒരു ബില്ല് ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത് ഇന്ന സഭയിലാണ് എന്ന് എവിടെയും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. അതായത് രാജ്യസഭ പാസ്സാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ബില്ലുകളാണ്: ഒന്ന്, ജമ്മു കാശ്മീർ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്. അതായത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് രാജ്യസഭയിലാണ്. 2019 ഓഗസ്റ്റ് 5 രാജ്യസഭ ബില്ല് പാസ്സാക്കുന്നു. 2019 ഓഗസ്റ്റ് 6 ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുന്നു. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായിട്ട് നിലവിൽ വരും. അതുപോലെ തന്നെ പോക്സോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 2019 ബില്ല് പാസ്സാക്കപ്പെട്ടതും രാജ്യസഭയാണ്. അപ്പോൾ അത്തരത്തിൽ രാജ്യസഭ പ്രധാനമായിട്ടും വിവിധങ്ങളായിട്ടുള്ള ബില്ലുകൾ പ്രധാനമായിട്ടും അത്തരത്തിൽ പാസ്സാക്കപ്പെടാറുണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ആ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2009 ജൂലൈ 20. 2009 ജൂലൈ 20. പിന്നീട് പ്രധാനമായിട്ടും ഇതിന് അത്തരത്തിൽ പ്രധാനമായിട്ടും ലോക്സഭ പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4. 2009 ഓഗസ്റ്റ് 4. പിന്നീട് രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകിയത് 2009 ഓഗസ്റ്റ് 26. അതായത് വിദ്യാഭ്യാസ അവകാശ ബില്ലിന് ബില്ലിനെ രാഷ്ട്രപതി അംഗീകരിച്ചു നിയമമാക്കി മാറ്റിയത് 2009 ഓഗസ്റ്റ് 26. എപ്പോഴും PSC കൃത്യമായിട്ട് ചോദിക്കാറുള്ളതാണ്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി ചോദിച്ചിട്ടുണ്ട്. അത് ആര് എന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീലും. ഈ സമയം പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗുമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത്. അതായത് ഈ നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്, അതും PSC കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നിലവിൽ വന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് പാർലമെന്റിൽ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വേദികളിൽ അദ്ദേഹം പ്രധാനമായിട്ടും പ്രസംഗിച്ചു. അതായത് രാജ്യത്തെ ഓരോ കുട്ടികൾക്കും ലിംഗഭേദ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഞങ്ങൾ വിദ്യാഭ്യാസം നൽകാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ കുട്ടികൾക്കും, രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ലിംഗഭേദ വ്യത്യാസമില്ലാതെ, സാമൂഹിക മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ വിദ്യാഭ്യാസം നൽകാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള നിയമം കൂടിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗത്തിലൂടെ നിലവിൽ വന്ന, ചരിത്രത്തിലാദ്യമായി ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. അത്തരത്തിലുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളുമൊക്കെ നിങ്ങൾ പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലത് വേറിട്ട ചില ആശയങ്ങളുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ആധികാരികമായിട്ട് അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്.
ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായതായിട്ട് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം നമ്മുടെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.